ഹലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ്, ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടേക്ക് പുറത്ത് വന്ന് പോയി. അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ, അത് എവിടെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇലസദ്യ മധുരാധയുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് നോമ്പൊക്കെ കാരണം ആ ടൈമിൽ ഇതൊക്കെയായിരുന്നു കഴിച്ചത്. അവിയൽ, അങ്ങനെ ക്യാബേജ്, പപ്പടം, ഓലൻ, അങ്ങനെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്നത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിലത്തെ ഫുഡുകളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവ്, കൊച്ചി ഒക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ കാറിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്തു. അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്ന്. എക്സാം കഴിഞ്ഞ് തൃപ്പൂണിത്തുറയായിരുന്നു എക്സാം. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നു കേട്ടോ ഒരു പനകളൊക്കെ നട്ടിട്ട് രണ്ട് സൈഡിലും വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ വഴിക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല മരം കണ്ടു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് തലതിരിഞ്ഞു പോയി. അങ്ങനെ ശേഷം ഞങ്ങൾ കൊച്ചിയിലെത്തിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ നടക്കാനൊക്കെ അങ്ങനെ ഒരു പാത പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടാന് മുന്നൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ കേട്ടോ. വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ട് വന്നതല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കൂടെ നടന്ന് ഇങ്ങനെ എത്തിയിട്ട് നമുക്ക് അവിടെ ആ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മറൈൻ ഡ്രൈവ് അതൊക്കെ കാണണമെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെയാണ് അത് കൂടെ നടന്ന് പോകാനുള്ള വഴി കേട്ടോ. എന്നിട്ട് കുറേ ആൾക്കാരുണ്ട്, കാരണം സൺഡേ ആണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ അത്ര കണ്ട് തിരക്കില്ല, പക്ഷെ പോകുന്നതോട് കൂടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും നല്ല കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പുരാതനമായ വസ്തു കണ്ടത്. അതിൻ്റെ മുകളിൽ അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു പയ്യൻ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് ആ സാധനം കേട്ടോ. ബോയിലറായിരുന്നു അത്. പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്, അവരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ. അതിപ്പോഴും അതവിടെ പ്രിസേർവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് പോയപ്പോൾ അവിടെ മീൻ പിടിക്കുന്ന തരത്തിലുള്ള മീൻ പിടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രേസ് ആണല്ലോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നോക്കാൻ പോയി. അപ്പോൾ ഇതാണ് കേട്ടോ മീൻ പിടിക്കുന്ന സ്ഥലം. കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇത് കൂടെ നടന്നു പോയിട്ടോ. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു ബാഗ് വാങ്ങി, റൗണ്ട് പോലത്തെ ബാഗ് വാങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അഫോർഡബിൾ ആയിരുന്നു കേട്ടോ അവിടുത്തെ. അങ്ങനെയാണ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ അവിടേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ കയറാനൊരു പൂതി. അപ്പോൾ ആ സമയത്ത് അത് ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങളവിടെ പോയി അന്വേഷിച്ചു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതിൽ മാപ്പ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, എന്നിട്ട് വെയിറ്റ് ചെയ്തു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ടൂറിസ്റ്റായിട്ട് വന്നവരെല്ലാവരും ഇതിൽ കയറിയിട്ട് തന്നെയാണ് പോകുന്നുള്ളൂ. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് അവിടുത്തെ സർവീസ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു കാർഡൊക്കെ തരും. അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുക, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഉള്ളിൽ കയറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയുടനെ തന്നെ ഒരു ടീം ഇറങ്ങിപ്പോയി കയറാൻ വേണ്ടിയിട്ട് വാട്ടർ മെട്രോയിൽ. ഞങ്ങളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാർ ഇതാ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന വാട്ടർ മെട്രോയിലുള്ള ആളുകൾ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കയറ്റും. അങ്ങനെ അനുസരിച്ചിട്ട് കയറുകയാണ് കേട്ടോ. കുറച്ച് പേർക്ക് ഇരിക്കാം, കുറച്ച് പേർക്ക് നിൽക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് വെച്ചെങ്കിൽ നിങ്ങൾ അവിടെ എന്തായാലും പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് വാട്ടർ മെട്രോയിൽ. ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല വൈഡായിട്ടുള്ള വിൻഡോസാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആ സൈഡിലിരിക്കണമെന്നാണ് ആഗ്രഹം കാണാൻ. പക്ഷെ കാരണം എന്താ വെച്ചാൽ നല്ല രസമാണ്. നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെള്ളം പോണ പോലെ തോന്നും. നല്ല ഫീലാണ് കേട്ടോ അത്. കാരണം അത്രയും വലിയ വിൻഡോസാണ് ബോട്ടിനെയും കാട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസം തോന്നും. അപ്പോൾ ഇത് കൂടെ ഞങ്ങൾ ആദ്യം ഇരിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇരുന്നിട്ടുള്ള വ്യൂ ആണത് കേട്ടോ.
കണ്ടോ നല്ല രസമുണ്ട്. ഇങ്ങനെ അടുത്തു കൂടെയൊക്കെ ഇങ്ങനെ ബോട്ടും അങ്ങനെ ചരക്ക് കയറ്റിയിട്ടുള്ളതൊക്കെ നമ്മുടെ അടുത്തു കൂടെ പോകട്ടോ. കണ്ടോ കുറേ പേര് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് കൂടെ പോകുമ്പോഴാണെങ്കിലും അതെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഈ സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സൈഡിൽ കൂടെ ചരക്ക് കപ്പൽ പോകുന്നത് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് ചരക്ക് കപ്പലൊക്കെ കാണുന്നത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ അത് അങ്ങനെ പോകണം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ കേട്ടോ. ആർക്കും ആരെന്നെ അറിയില്ല, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രീതിയിലുള്ള സർവീസാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതിൽ ഇനിയിപ്പോൾ ജാക്കറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അവിടെ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ പിടിക്കാനുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ നമുക്ക് നിൽക്കാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഒറ്റ ട്രിപ്പിൽ കുറച്ച് പേര് ഇരിക്കും, കുറച്ച് പേര് നിൽക്കുകയും ചെയ്യണം. ആദ്യമൊക്കെ കുറച്ച് പേര് ഇരിക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങളൊക്കെ ആദ്യം ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. കുറച്ച് നേരം നിന്നിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഹൈക്കോടതിയുടെ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങളുടെ വണ്ടി ഓൾറെഡി ഫോർട്ട് കൊച്ചിയിലാണ് കിടക്കുന്നത്. പക്ഷേ ഇനി അവിടെ എത്തിയിട്ട് വീണ്ടും ഞങ്ങൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് വീണ്ടും ഇങ്ങോട്ട് തിരിക്കണം. ഇതാണ് സാഗർ റാണി കിടക്കുന്നത് കണ്ട. ഇതാണ് കേട്ടോ സാഗർ റാണി. പിന്നെ ഇത് ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ്. ആളുകളൊക്കെ ഇരുന്ന് വർത്താനം പറയുക, അങ്ങനത്തെ ഒരു സെറ്റപ്പിലൊക്കെ കേട്ടോ. ഈവനിങ് വൈബൊക്കെയാണ്. എല്ലാവരും ഇരുന്ന് വർത്താനം പറയുക. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നമ്മളെ സമീപിക്കും അങ്ങനത്തെ. അതുപോലെ തന്നെ ഇത് കണ്ടോ കുറേ ബോട്ട് സർവീസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ് നമ്മളോട് ബോട്ടിൽ കയറി പോവാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കയറിയില്ല കേട്ടോ. ഇനി ടൈമില്ല ഒന്നിനും. അപ്പോൾ ഇത് ഇവിടെ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവരും സായാഹ്നം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പ്രൈവറ്റ് ബോട്ട്സാണ്. അങ്ങനെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ ഇതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു സ്പെഷ്യൽ സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അങ്ങനെ അവിടെ നിന്നിട്ട് അവിടെ ഭയങ്കര തിരക്കാട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ ഫുഡ് കോർട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് എത്തി. വാട്ടർ മെട്രോയിൽ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തിരക്കാണ്. ഇനി ആ ടൈമിൽ മെട്രോ ഇല്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസിൽ കയറി പോകാം എന്ന് വിചാരിച്ചു. ആ ടൈമിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ വൈപ്പിനിൽ പോയിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബോട്ടിൽ കയറി. അത് ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു കേട്ടോ. കാരണം അത്രയും പൈസയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത് ST ഒക്കെ കൊടുക്കണ അത്ര പൈസയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. കുറച്ചധികം നടന്നു കേട്ടോ. ഇറങ്ങിയിട്ട് കുറച്ചധികം നടക്കാണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നടന്നു. പക്ഷേ എനിക്ക് നടക്കാൻ കുഴപ്പമില്ല. എനിക്കിതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സ്പോട്ട് ഇതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മട്ടാഞ്ചേരി ആ സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ സ്ഥലത്തേക്ക് നമ്മൾ പോയില്ല. ഇത് വേറെ ഏതോ ഒരു സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അറിയില്ല കേട്ടോ. നല്ല അടിപൊളി ബിൽഡിങ്സൊക്കെ ഉണ്ട്. നല്ല ആർട്ടൊക്കെ കാണിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ അങ്ങനത്തെ തരത്തിലുള്ള ഒരു സെറ്റപ്പ്. അമ്പലം, മോസ്ക് അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടു കേട്ടോ. ഇതേ ഒരു ഹോട്ടൽ റിസോർട്ടൊക്കെ പോലത്തെ സ്ഥലം. അങ്ങനെ നടന്നു. വണ്ടിയൊക്കെ കയറ്റണ സ്ഥലം കണ്ടു ഞങ്ങൾ. അപ്പോൾ ഇതിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇതാണ് വണ്ടികൾ ഇറക്കുന്നത്. നമ്മൾ കാണുന്നതാണ് വണ്ടികൾ ഇറക്കുന്ന സ്ഥലം. വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണ് അതൊക്കെ കണ്ടത്. ഇടയിൽ ഞങ്ങളൊരു പപ്പീനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ നടന്നു പോന്നു. അങ്ങനെ വണ്ടിയിൽ കയറിയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. ഞങ്ങളാണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഇടയിൽ വഴി തെറ്റിയിട്ട് തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ എത്തി. ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. അങ്ങനെ പെട്ട അവസ്ഥയായി. നല്ല തിരക്കായിരുന്നു. കാരണം ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച എല്ലാവരും നാട്ടിലേക്ക് പോണ തിരക്ക് കൊണ്ടാണ് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് കയറി. ജ്യൂസ് സ്ട്രീറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ജ്യൂസ് സ്ട്രീറ്റിലാണ് പെട്ടത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ജ്യൂസ് സ്ട്രീറ്റ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.